അതായത് ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ ഒരുമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൂജയാണ് ഇത്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ വശ്യത ഉണ്ടാകും. ഭാര്യയും ഭർത്താവും പിന്നെ പിണങ്ങില്ല, അതുകൊണ്ട് ഇങ്ങനെ കെട്ടണം എന്നുള്ളൊരു പൂജ ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് വെച്ച കാര്യങ്ങളാണ്. മറ്റ് ചില കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ശംഖുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാധ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അടിക്കാനുള്ള ചൂരല്, മറ്റു കാര്യങ്ങൾ, കുടത്തിൽ ഇവിടെ എന്താ പറയുക, ആത്മാവിനെ കുടത്തിൽ കെട്ടുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുടമാണ് ഈ കാണുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ ഈ ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന കുറെ ഉണ്ട്. കുറെ ആളുകൾ ഹിന്ദുവിനെ അങ്ങോട്ട് ഉണർത്തിക്കളയാം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട്. ഈ ഉണർത്തുന്ന ആൾക്കാരൊന്നും ഇമാതിരി കള്ള നാണയങ്ങൾക്ക് എല്ലാതും ഈ പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന എല്ലാ പരിപാടിയും കള്ളമാണ്. അതിൽ തന്നെ ഒരു കുടല കള്ളം നടത്തുന്ന ഇമാതിരി ആൾക്കാരെ നെഞ്ചെത്തുന്ന ഒരു എണ്ണത്തിന് കയറല്ല. ഇതിപ്പോ ഏതോ ഇവന്റെ പേരെന്തുവാ, ഒരു വ്യാജസ്വാമി എന്നാ കൊടുത്തിട്ടുള്ളത്. ഇവന്റെ പേരെന്തോ ഷിജു അങ്ങനെ എന്തോ ഒരു പേരാണ് ഇവനുള്ളത്. എന്തായാലും ചെയ്തിട്ടുള്ളത് മഹാവൃത്തികേടാണ്. ഒരു ചെറിയ പെൺകുട്ടി എന്തോ പരീക്ഷയ്ക്ക് ജയിക്കാനും മറ്റുമായിട്ട് ഈ ഒരു സ്വാമിയുടെ മുമ്പിലേക്ക് പോയത്ര. അവിടെ വെച്ചിട്ട് ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അവരുടെ പല ഭാഗത്തും, ആ പെൺകുട്ടിയുടെ ദേഹത്തെ പല ഭാഗത്തും തൊട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം. എന്റെ സുഹൃത്തുക്കളെ, ഇമാതിരി സ്വാമികള്, ഇമാതിരി കള്ളന്മാര്, മുഴുത്ത കള്ളന്മാര് നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ഏറ്റവും അത്ഭുതം, ഇപ്പോഴും ഇമാതിരി ആൾക്കാരുടെ ഇടയ്ക്ക് പരീക്ഷ ജയിക്കാനും മറ്റൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കുട്ടികളും മറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ അബദ്ധമാണ്. ഈ കുട്ടികളെ വളർത്തുന്ന സമയത്ത് ഇമാതിരി വിശ്വാസ പണ്ടാരങ്ങളൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ കുറെ അപകടങ്ങളിൽ നിന്നൊക്കെ ഈ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെടും. എന്തായാലും വാർത്ത കേൾക്കും. പൂജകളെല്ലാം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ഈ മികച്ച വിജയം, കുട്ടിക്ക് മികച്ച വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞ് കുട്ടിയെ കൊണ്ടുവരികയും കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയടക്കം ചെയ്തതിനെ തുടർന്ന് കുട്ടി അമ്മയോട് പറയുകയും അമ്മ പിന്നീട് പോലീസിലടക്കം പരാതി നൽകുകയും പോലീസും ഇത് ചൈൽഡ് ലൈനിന് കേസ് കൊടുക്കുകയും അങ്ങനെ ചൈൽഡ് ലൈൻ ഇത് പിന്നീട് ഈ കുട്ടിയെ കൗൺസിലിംഗ് വിധേയമാക്കി. അങ്ങനെ കുട്ടി പല കാര്യങ്ങളടക്കം പറയും. അപ്പോഴാണ് നമ്മുടെ ഈ കാര്യങ്ങൾ അറിയുന്നത്. ഞങ്ങൾ ഈ സ്ഥലത്ത് നമ്മൾ എത്തിയപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോ ഇതിനിടയിൽ പറഞ്ഞു പോയൊരു വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാല് അമ്മയെ അറിയിച്ചു എന്നൊക്കെയാണ്. അപ്പൊ നമ്മളെല്ലാരും വിചാരിക്കേണ്ടായിരിക്കും ഇത് അമ്മ അറിയാതെയാണ് കുട്ടി പോയത്. അല്ല, അമ്മയാണ് കുട്ടിയെ പറഞ്ഞു വെച്ചത്. ഈ അമ്മ ചെയ്തത് വിശ്വാസമായി പോയി. ഈ സ്വാമീനെ, ഭയങ്കര സിദ്ധനാണല്ലോ, വിശ്വാസമായി പോയി സ്വാമീനെ. അപ്പൊ സ്വാമിയുടെ മുമ്പിലേക്കൊക്കെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാം. പിന്നെന്താ പറഞ്ഞേ, സ്വാമി പറഞ്ഞത്രേ അവള് മാത്രം ഒറ്റയ്ക്ക് വരണം. അങ്ങനെ ഒരു പ്രത്യേക തരം പൂജയുണ്ട്. അമ്മ പറഞ്ഞു വെച്ചതാ, ഞാൻ നുണ പറയല്ല സുഹൃത്തുക്കളെ. ഷിനുസ്വാമി മകളെ ഈ മുറിക്കകത്ത് കയറ്റിയെന്നാണ് ഇപ്പോൾ ഈ മാതാവ് പറയുന്നത്. എന്തായാലും സംഭവം, മകൾ എന്താണ് പറഞ്ഞു ചേച്ചിയോട്? ഞാനിത് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് കേട്ടും കണ്ടും അറിഞ്ഞൊക്കെ ഞാനിവിടെ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് പൂജ ചെയ്യണം, കുറച്ച് പൈസ ആവത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ ചെയ്യാം, എൻ്റെ മോളുടെ കാര്യമല്ലേ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്ന സമയത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിറ്റേ ഒരു ചൊവ്വാഴ്ച ഞാൻ എൻ്റെ മോളെയും കൊണ്ടാണ് ഇവിടെ വന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞ് പഠിക്കാനൊക്കെ മോശമാണ്, ആ കുഞ്ഞിനെ കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയാലേ പൂജ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കാര്യം എനിക്ക് വിശ്വാസമായി. ആദ്യ പൂജ ചെയ്യപ്പോ എനിക്ക് വിശ്വാസമായോണ്ട് ഞാൻ വിചാരിച്ച് നല്ലൊരു മനുഷ്യനല്ലേ എന്നും പറഞ്ഞ ഞാൻ എന്റെ കുട്ടിയെ അകത്ത് ഒറ്റയ്ക്ക്. മനസ്സിലായില്ലേ? ആദ്യ പൂജ ചെയ്തപ്പോ തന്നെ ഇവർക്ക് വിശ്വാസമായി. എന്ത് വിശ്വാസമായി? നമ്മുടെ കേരളത്തിൽ അതിഭീകരമായിട്ട് ഈ അന്ധവിശ്വാസം വളർന്നുകൊണ്ടിരിക്കുക. ആദ്യ പൂജ എന്തോ ഒരു പൂജ ചെയ്തു അത്ര, അപ്പൊ തന്നെ ഈ ആയമിക്കേണ്ട വിശ്വാസമായി. പിന്നെ എന്തും ചെയ്യാലോ. അതിന്റെ ഭാഗമായിട്ട് ഒറ്റയ്ക്ക് കിട്ടണം പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഈ അമ്മ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് വിട്ടുകൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇമ്മാതിരി ആഭിജാത കൃത്യങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായി എന്നർത്ഥം. ഒരു പക്ഷെ ഇവര് അത്ര വലിയ വിശ്വാസം ഇല്ലെന്ന് പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള വിശ്വാസി ആയിരുന്നെങ്കിൽ ഇവരാ പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരം പുറത്തു പോലും പറയില്ലായിരുന്നു. അപ്പൊ അത്രയ്ക്ക് വലിയൊരു വിശ്വാസമൊന്നുമില്ല. പക്ഷെ എന്നാ ഇനിയും ഇത്തരത്തിലുള്ള ആളുകൾ കുടുങ്ങും. നിങ്ങളൊന്ന് ആലോചിക്കേ, പലപ്പോഴും ഇത്തരം വിശ്വാസ ഭ്രാന്തുകളിൽ കുടുങ്ങുന്നത് മിക്കവരും സ്ത്രീകളാണ്, അല്ലേ? ഒറ്റയ്ക്ക് എടുത്തിട്ട് ഞാൻ പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും കുറെ നേരം സംസാരിച്ചു. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം സംസാരിച്ച് സ്വാമിയും മോളും കൂടെ അകത്ത് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നതിന് ശേഷം മോളെ മുഖത്തൊരു ഭയം എനിക്കത് അനുഭവപ്പെട്ടു. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു അമ്മ, എനിക്കെന്തോ സ്വാമി എൻ്റെ അടുത്ത് എൻ്റെ പുറത്ത് ബാറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി
ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അത് എന്റെ സ്വകാര്യ ഭാഗത്തൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തു. എനിക്കെന്തോ വല്ലാത്ത ഇറിറ്റേഷൻ തോന്നിയെന്ന് പറഞ്ഞു. അപ്പം ഞാനത് എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കാര്യം ഇവിടെ പറഞ്ഞൊരു കാര്യം ബാഡ് ടച്ച് ചെയ്തു എന്നുള്ളതാണ്. ഈ ബാഡ് ടച്ച് ചെയ്തു എന്ന് പറയുന്ന ഒരു ബോധ്യം ആ പെൺകുട്ടിക്ക് കിട്ടിയത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസമായിട്ടുള്ള അമ്മയിൽ നിന്നൊന്നും ആവില്ല. അത് ഇവരാണ് പടക്കേണ്ടത്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇത്തരം ആളുകൾക്കൊക്കെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇത്തരം അമ്മമാരൊക്കെ എടുത്ത് ആദ്യം പടക്കേണ്ടത്. എന്നിട്ട് മതി ഈ സ്വാമിമാരെ പിന്നാലൊക്കെ പോകല്. കാരണം അത്രയ്ക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ്, അത്രയ്ക്ക് ലെവലേശം ബോധമില്ലാത്തതുകൊണ്ടാണ് ഇമാതിരി പരിപാടിയൊക്കെ ചെയ്ത് കളയുന്നത്. എന്തായാലും ബാഡ് ടച്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചൊക്കെ മിക്കവാറും പഠിച്ചിട്ടുണ്ടായിരിക്കുക? സ്കൂളിൽ നിന്നായിരിക്കും. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പരിപാടി കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്നും പോരാ ഇവർക്ക്. ഈ കുട്ടി പഠിച്ചുണ്ടാക്കിയ വിദ്യാഭ്യാസം ഒന്നും പോരാ. അത് കൂടുതൽ ഇനിയിപ്പോ ദൈവത്തിന്റെ ഇമാതിരി ദുർമന്ത്രവാദികളൊക്കെ എന്ന് പറയുന്ന എത്ര ആളുകളൊക്കെ അഭിജാത കൃത്യങ്ങൾ കൂടി നടത്തിയിട്ടുള്ള വിജയം കൂടി ആ പെൺകുട്ടിക്ക് വേണമെന്നാണ് ഇവരൊക്കെ ദുരാഗ്രഹമാണെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എന്തായാലും ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചൊക്കെ പഠിച്ചത് സ്കൂളിൽ നിന്നാണ്. അതേ സ്കൂളിൽ തന്നെയാണ് ഇനിയും പറഞ്ഞയക്കേണ്ടത്. അത് ഗംഭീരമായിട്ട് കുട്ടി പഠിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഇതൊന്നും പോരാ. ഞാൻ അവിടെ വന്ന് എന്റെ കാര്യങ്ങളൊക്കെ നടന്നു എന്നാലും വിശ്വാസത്തിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ മോള് പറഞ്ഞപ്പോ തൊട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല അത്. അങ്ങനെ പോലീസ് പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്തു. അപ്പോഴത്തേക്കും മോള് മൊഴിയൊക്കെ എടുക്കുകയും മോള് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അവിടെ വെളിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, മോള് ഇത് അമ്മയടുത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മ, എൻ്റെ അടുത്ത് സ്വാമി കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, അതെല്ലാം ഞാനവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, വേറെ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ അമ്മയടുത്ത്? ഇല്ലമ്മ, ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പം പറയുന്നു, അമ്മ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മക്ക് വധഭീഷണിയായിട്ട് വല്ലതും വരുമോന്നും എൻ്റെ ചോദിക്കും. എൻ്റെ മോക്ക് പേടിയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥകൾ. ഇനിയും അതായത് ഇത്തരം കള്ളസ്വാമിമാരുടെയും പൂജാതികർമ്മങ്ങൾ നടത്തുന്ന ആൾക്കാരെ മുമ്പിൽ പെട്ടിട്ട് ജീവിതം കൊളാക്കുന്ന ഒരുപാട് ആൾക്കാരെ കഥകൾ എത്ര തന്നെ കേട്ടാലും ഈ പെൺകുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് ഇവന്മാരുടെ മുമ്പിൽ അരമണിക്കൂറൊക്കെ അടച്ചിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് പൂജ ചെയ്യാൻ വിട്ടുകൊടുക്കുന്ന ഇത്തരം രക്ഷിതാക്കളുള്ളിടത്തോളം കാലം ഇനി ഇവന്മാര് പരിപാടിയൊക്കെ നടക്കും. ആദ്യം പോലീസ് കേസെടുക്കേണ്ടത് ഈ അമ്മയ്ക്കെതിരൊക്കെയാണ്. എങ്ങനെയുണ്ട്? അഭിപ്രായങ്ങൾക്ക് വേറെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതണം കേട്ടോ. ബൈ.